ഓം നമ ശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ജാതകത്തിലെ 7-ാം ഭാവവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പറയാം. ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. 7-ാം ഭാവം എന്നത് പുരുഷന്മാർക്ക് കളത്ര സ്ഥാനം അഥവാ ഭാര്യാസ്ഥാനം ആണ്. സ്ത്രീകൾക്ക് ഭർതൃസ്ഥാനവുമാണ് 7-ാം ഭാവം. ഭാര്യ, ഭർത്താവ്, ദാമ്പത്യ സുഖം തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ജാതകത്തിലെ ഗ്രഹനിലയിൽ 7-ാം ഭാവം കൊണ്ട് പ്രധാനമായും നോക്കുന്നത്. 7-ാം ഭാവത്തിൻ്റെ കാരകത്വം ഉള്ളത് ശുക്രനാണ്. അതിനാൽ ശുക്രനെ കളത്ര കാരകനെന്നും സാധാരണ പറയുന്നു. അതുകൊണ്ട് 7-ാം ഭാവത്തെ വിശകലനം ചെയ്യുമ്പോൾ ഗ്രഹനിലയിൽ ശുക്രൻ്റെ സ്ഥിതിയും പ്രത്യേകമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. ഏതൊരു ഭാവത്തിൻ്റെയും കാരകനായ ഗ്രഹം ആ ഭാവത്തിൽ തന്നെ നിൽക്കുന്നത് നല്ലതല്ലെന്നാണ് പ്രമാണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ 7-ാം ഭാവത്തിൻ്റെ കാരകനായ ശുക്രൻ 7-ാം ഭാവത്തിൽ തന്നെ നിൽക്കുന്നത് തീരെ നല്ലതല്ല. അങ്ങനെ സ്ഥിതിയുണ്ടായാൽ ജാതകൻ പരസ്ത്രീകളോട് വലിയ ആസക്തി ഉള്ളവനും അധികമായ വിഷയാഗ്രഹങ്ങൾ ഉള്ളവനും അവൻ്റെ സ്വന്തം ഭാര്യയിൽ നിന്ന് തൃപ്തികരമായ രതി സുഖങ്ങൾ ലഭിക്കാത്തവനും ആയിരിക്കും. എന്നാൽ 7-ാം ഭാവം ശുക്രൻ്റെ സ്വക്ഷേത്രങ്ങളായ ഇടവം രാശിയോ തുലാം രാശിയോ ആയിരിക്കുകയും അവിടെയാണ് ശുക്രൻ 7-ാം ഭാവത്തിലായി നിൽക്കുന്നത് എങ്കിൽ ഇപ്പോൾ പറഞ്ഞ ദോഷഫലങ്ങൾ ഒന്നും തന്നെ ജാതകനെ ബാധിക്കുകയില്ല. അടുത്തത് 7-ാം ഭാവത്തിൽ ചൊവ്വ നിന്നാൽ ജാതകന് ഭാര്യാനാശം സംഭവിക്കും. അല്ലെങ്കിൽ ഭാര്യയെ കാര്യമായി പരിഗണിക്കാതെ ജാതകൻ അന്യ സ്ത്രീകളുടെ പിന്നാലെ നടക്കുന്നവൻ ആയിരിക്കും. ഈ ചൊവ്വയ്ക്ക് ശനിയുടെ ദൃഷ്ടി കൂടി ഉണ്ടായിരുന്നാൽ ഭാര്യാമരണം ഉണ്ടാകുന്നതാണ്. എന്നാൽ ചൊവ്വ സ്വക്ഷേത്രം, ഉച്ചക്ഷേത്രം തുടങ്ങിയ ക്ഷേത്ര ബലത്തോടു കൂടിയും മറ്റു തരത്തിലുള്ള ശുഭത്വങ്ങളോട് കൂടിയും നിൽക്കുമ്പോഴൊന്നും ജാതകന് മേൽപ്പറഞ്ഞ ദോഷഫലങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല. അടുത്തത് 7-ാം ഭാവത്തിൽ സൂര്യനാണ് നിൽക്കുന്നതെങ്കിൽ ജാതകന് തൻ്റെ ഭാര്യയോട് വളരെ സ്നേഹമുള്ളവനായിരിക്കും. എന്നാലും ഇടയ്ക്കിടെ അവൻ ഭാര്യയെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. അടുത്തത് 7-ാം ഭാവത്തിൽ ശുഭഗ്രഹമായ ഗുരുവാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ തൻ്റെ ഭാര്യയിൽ മാത്രം അനുരക്തനായിരിക്കും. അവൻ്റെ ഭാര്യ എല്ലാ സൽഗുണങ്ങളും തികഞ്ഞവളും ആയിരിക്കും. അടുത്തത് 7-ാം ഭാവത്തിൽ ശനിയാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ മലിനകളായ സ്ത്രീകളുമായി സമ്പർക്കം നടത്തുന്നവനായിരിക്കും. അടുത്തത് 7-ാം ഭാവാധിപൻ ശുഭഗ്രഹങ്ങളുടെ ക്ഷേത്രത്തിൽ ശുഭഗ്രഹങ്ങളുടെ യോഗത്തോടും ദൃഷ്ടികളോടും കൂടി ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നു എങ്കിൽ ജാതകൻ്റെ ഭാര്യ എല്ലാ സൽഗുണങ്ങളും തികഞ്ഞവളും ഇഷ്ടം പോലെ ധനമുള്ളവളും പതിവ്രതയും ആയിരിക്കുന്നതാണ്. അടുത്തത് 7-ാം ഭാവാധിപൻ ശുക്രനുമായി യോഗം ചെയ്ത് ഒരു ശുഭക്ഷേത്രത്തിൽ നിൽക്കുകയും ശുഭഗ്രഹം ദൃഷ്ടി ചെയ്യുകയും ചെയ്താൽ ജാതകൻ ഭാര്യാസുഖവും സൗഭാഗ്യങ്ങളും നന്നായി അനുഭവിക്കുന്നവൻ ആയിരിക്കും. എന്നാൽ 7-ാം ഭാവാധിപൻ ശുക്രനുമായി യോഗം ചെയ്ത് പാപഗ്രഹത്തിൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ പരസ്ത്രീകളോട്
ആസക്തിയുള്ളവൻ ആയിരിക്കും. അടുത്തത്, 7-ാം ഭാവാധിപൻ ലഗ്നാധിപനേക്കാൾ ബലം ഉള്ളവനായിരിക്കുകയും ശുഭഗ്രഹ രാശിയിൽ സ്ഥിതി ചെയ്യുകയും ശുഭഗ്രഹരാശിയിൽ തന്നെ അംശിക്കുകയും ചെയ്താൽ ജാതകന്റെ ഭാര്യ ഉത്തമയായവളും ഉന്നത കുലത്തിൽ ജനിച്ചവളും ആയിരിക്കും. എന്നാൽ 7-ാം ഭാവാധിപൻ ബലമില്ലാത്ത ദുർബലനെങ്കിൽ അഥവാ നീചരാശിയിലോ അനിഷ്ടഭാവങ്ങളിലോ നിൽക്കുന്നു എങ്കിൽ ഭാര്യ വളരെ താണ നിലയിൽ ഉള്ളവളും ആയിരിക്കുന്നതാണ്. 7-ാം ഭാവത്തിൽ ബലമില്ലാത്ത ചൊവ്വയാണ് നിൽക്കുന്നതെങ്കിൽ ജാതകന് ഭാര്യാമരണമോ ഭാര്യയുമായി വിരഹമോ സംഭവിക്കും. എന്നാൽ ആ ചൊവ്വ ബലവാനാണെങ്കിൽ ജാതകൻ ഒരു ദുർനടപടിക്കാരൻ ആയിരിക്കും. ഇങ്ങനെ നിൽക്കുന്ന ചൊവ്വയ്ക്ക് ശുഭഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ ഉണ്ടായിരുന്നാൽ മേൽപ്പറഞ്ഞ ദോഷഫലങ്ങൾ ഒന്നും തന്നെ ജാതകന് ഉണ്ടായിരിക്കുകയും ഇല്ല. 7-ാം ഭാവത്തെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹപ്പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും 9653232894 എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.